ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തുടക്കം. സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ നെയ്ത്ത് തൊഴിലാളികൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ബീഹാറിൽ JDU നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി NDA സർക്കാർ അധികാരമേറ്റു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറിന്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺ വിജയം. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷം, ഇന്ത്യൻ ഭരണഘടന, സുപ്രീം കോടതി എന്നിവയുടെ 75 വർഷത്തിന്റെ പൂർത്തീകരണം എന്നിവ ഉദ്ധരിച്ച് മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. 2 दिन पहले हम सभी देशवासियों ने 75वां गणतंत्र दिवस बहुत धूमधाम से मनाया है. इस साल हमारे संविधान के भी 75 वर्ष हो रहे हैं और सुप्रीम कोर्ट के भी 75 वर्ष हो रहे हैं. हमारे लोकतंत्र के ये पर्व मदर ऑफ डेमोक्रेसी के रूप में भारत को और सशक्त बनाते हैं. भारत का संविधान इतने गहन मंथन के बाद बना है कि उसे जीवंत दस्तावेज कहा जाता है. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലൂടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വയം നാമനിർദ്ദേശത്തിനുള്ള അവസരം ഉൾപ്പെടെ വരുത്തിയ മാറ്റങ്ങൾ പത്മ പുരസ്കാരങ്ങളെ ജനകീയമാക്കി മാറ്റിയെന്നും അവയവദാനം നടത്തിയവർ ജീവിതാവസാനത്തിന് ശേഷവും സാമൂഹിക ജീവിതത്തോടുള്ള കടമകൾ നിറവേറ്റുന്നവരാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആയുർവേദം, സിദ്ധ, യുനാനി എന്നീ മേഖലകളിലെ വിവരങ്ങളും പദകോശങ്ങളും ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തരംതിരിച്ചത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വാധീനം വർദ്ധിക്കുമ്പോഴും രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമായി റേഡിയോ നിലകൊള്ളുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവ വോട്ടർമാരോട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തെ പരമോന്നത കോടതി ശാക്തീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതി ലഭ്യമാക്കുന്നത് അനായാസമാക്കാൻ സാങ്കേതിക വിദ്യ സഹായിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി 3 വരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 500ഓളം എഴുത്തുകാരും ചിന്തകരും പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് ടൗൺ ഹാളിൽ ദേശീയ പുസ്തകോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തുണി നെയ്ത് നൽകിയ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നേരത്തെ 53 കോടി നൽകിയിരുന്നു. പരമ്പരാഗത വ്യവസായ കൈത്തറിയുടെ ഉന്നമനത്തിനും സ്കൂൾ കുട്ടികൾക്ക് ഗുണമേന്മയേറിയ യൂണിഫോം ലഭ്യമാക്കുന്നതിനുമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. 6200 നെയ്ത്തുകാരും 1600 അനുബന്ധ തൊഴിലാളികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്നത്. ബീഹാറിൽ JDU നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി NDA സർക്കാർ അധികാരമേറ്റു. പറ്റ്ന രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ സാമ്രാജ് ചൌധരിയും പ്രതിപക്ഷ നേതാവായിരുന്ന വിജയ്കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. ഇവരെ കൂടാതെ 6 പേർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. മഴവെള്ളത്തെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി ജലത്തിന്റെ ആവശ്യകതകൾ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 10 വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുടെ വേതനത്തിൽ 500 രൂപയും വർദ്ധിക്കും. 60,232 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺ വിജയം.
ഇംഗ്ലണ്ടിന്റെ 230 റൺ ലീഡ് പിന്തുടർന്ന രണ്ടാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് 202 റൺ നേടാനേ കഴിഞ്ഞുള്ളൂ. തകർപ്പൻ ബൌളിംഗ് പ്രകടനം പുറത്തെടുത്ത ഇംഗ്ലണ്ടിന്റെ ടോം ഹാർഡ്ലി 7 വിക്കറ്റ് നേടി. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത ടെസ്റ്റ് അടുത്ത മാസം 2 വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. റഷ്യയുടെ ഡാനിൽ മെഡ്വഡേവിനെ 5 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സിന്നർ തോൽപ്പിച്ചത്. സ്കോർ 3-6, 3-6, 6-4, 6-4, 6-3. കൂടുതൽ നെല്ലിനങ്ങൾ ശേഖരിച്ച് ഗവേഷകർക്കിടയിലും സമൂഹത്തിലും വ്യാപകമാക്കണമെന്ന നഷ്ടപ്പെടുന്ന ഫലവൃക്ഷങ്ങളെയും നെല്ലിനങ്ങളെയും സംരക്ഷിക്കാൻ കൂടുതൽ പ്രയത്നിക്കുമെന്നും കാസർഗോഡ് ജില്ലയിലെ പത്മശ്രീ അവാർഡ് ജേതാവ് സത്യനാരായണ ബലേരി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. 2008 നെല്ലിനങ്ങളെ ശേഖരിക്കാനും സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ സത്യനാരായണ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അപൂർവ ഇനം നെൽവിത്തുകൾ സത്യനാരായണയുടെ പക്കലുണ്ട്. ഇവയുടെ കൃഷി വ്യാപകമാക്കാനായി ഗവേഷക വിദ്യാർത്ഥികൾക്ക് നൽകാനാണ് തീരുമാനം. കാർഷിക സംരക്ഷണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് 2021 കേന്ദ്രം സത്യനാരായണയെ ആദരിച്ചിരുന്നു. പ്ലാന്റ് ജീനോം സേവിയർ കമ്മ്യൂണിറ്റി പുരസ്കാരവും വനമിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. 40ാമത് ദക്ഷിണമേഖല കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗവും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും നാളെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ നടക്കും. കർഷകർ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾക്കും പരിപാടി അവസരമൊരുക്കും. ഗവർണറോടുള്ള വിരോധം മൂലം മുഖ്യമന്ത്രി പിണറായി വിജയൻ CRPFനെ അധിക്ഷേപിക്കരുതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. കേന്ദ്രസേന വരാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. CRPFനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും ശ്രീ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സെമിനാർ നടത്തിയാലും സമരം നടത്തിയാലും പ്രതിപക്ഷമുണ്ടാകില്ലെന്ന് കെ മുരളീധരൻ MP. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പ്രശ്നം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെടാനില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സ് പോയാൽ വൈ വരുമെന്നും അതുകൊണ്ട് തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തുടക്കമായി. തിരുവനന്തപുരത്തെ EMS അക്കാദമിയിലാണ് യോഗം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെത്തും. പറശ്ശിനിക്കടവ്, തയ്യിൽ, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമബംഗാളിൽ പ്രവേശിച്ചു. ജൽപായ്ഗുഡി ജില്ലയിൽ ഇന്ന് അദ്ദേഹം പദയാത്ര നടത്തി. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര അടുത്ത മാസം 9 ആരംഭിക്കും. വൈകുന്നേരം കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തുടക്കം. സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ നെയ്ത്ത് തൊഴിലാളികൾക്ക് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ബീഹാറിൽ JDU നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി NDA സർക്കാർ അധികാരമേറ്റു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറിന്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺ വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.